ഇത് കലിയുഗമാണ്. ഈ കലിയുഗത്തിന്റെ പ്രത്യേകത നമുക്ക് നന്മ ചെയ്യേണ്ടവർ തന്നെ നമുക്ക് ദ്രോഹം ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ എടുക്കാം. ഒരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും എന്താണ് ആ കുഞ്ഞിനോട് ചെയ്യുന്നത്? ഇന്നത്തെ കാലഘട്ടത്തില് ഒരു കുഞ്ഞിനൊരു ആഹാരം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ കുഞ്ഞിന് അറിയില്ല ആ ആഹാരത്തിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളത്. അത് എന്റെ ശരീരത്തിന് നല്ലതാണോ ചീത്തയാണോ കുഞ്ഞിനറിയില്ല. അപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും അറിയാം ഈ ആഹാരം കുഞ്ഞിന് അത്ര നല്ലതല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനമാണ് എന്ന്. പക്ഷെ ഈ കുഞ്ഞിന് അത് ഭയങ്കര ഇഷ്ടമാണ്, ആ രുചി ഇഷ്ടമാണ് എന്ന് കാണുമ്പോൾ ഈ അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന് ഈ ആഹാരം വാങ്ങിച്ചു കൊടുക്കും, ഇല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ആ കുഞ്ഞിന് അറിയില്ല ഇതെന്റെ ശരീരത്തിന് ദോഷമാണ് എന്ന്. പക്ഷെ ഈ അച്ഛനും അമ്മയ്ക്കും അറിയാം, അറിഞ്ഞുകൊണ്ടാണെങ്കിലും അവരത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോ ബെറോട്ട എല്ലാരും പറയുന്നുണ്ട് ആരോഗ്യത്തിന് വളരെ മോശമാണ് എന്ന്, മൈദ അടങ്ങിയ ആഹാരങ്ങൾ. പക്ഷെ വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ? ഏറ്റവും അധികം ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് ഈ മൈദ അടങ്ങിയ ആഹാരമായിരിക്കും. അപ്പോൾ ഈ അച്ഛനും അമ്മയും ആ കുഞ്ഞിനോട് ദ്രോഹമാണ് ചെയ്യുന്നത്. ഈ അച്ഛന്റെ അമ്മയുടെ വിചാരം അത് സ്നേഹം പകരുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന സ്നേഹമാണ് എന്ന് ധരിച്ച് അവര് കുഞ്ഞിന് നൽകുന്നത് വിഷമാണ് എന്നുള്ളതല്ലേ വസ്തുത. ഒരാൾക്ക് നന്മ ചെയ്യുന്നതാണ് സ്നേഹം, അല്ലേ? ഒരാൾക്ക് ദ്രോഹം ചെയ്യുന്നത് എങ്ങനെയാണ് സ്നേഹമാവുക? ഇനി ഒരു കുഞ്ഞിനെ 10 മണിക്കൂറൊക്കെ കിടന്നങ്ങ് ഉറങ്ങാൻ അനുവദിക്കും. അയ്യോ പാവം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സ്നേഹമാണ് എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ ഒരു ശീലം കുഞ്ഞിന് ജനിപ്പിക്കുകയാണ്. ആ കുഞ്ഞിനെ മടിയനാക്കി വളരുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുവാണ്. ഒരു മനുഷ്യന് 6 മണിക്കൂർ ഉറക്കം ധാരാളമാണ്. 10 മണിക്ക് കിടത്തി ഉറക്കി 4 മണിക്ക് കൃത്യമായി ചുറ്റിയോടുകൂടി ഉണർത്തി പ്രാഥമിക കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് ദേഹശുദ്ധി വരുത്തി മനഃശുദ്ധിയും വളരെ അത്യാവശ്യമായ കാര്യമാണ്. ആ മനഃശുദ്ധി വരുത്തി ഇങ്ങനെ ഒരു ചിട്ട ആ കുഞ്ഞിൽ വളർത്തിയെടുക്കേണ്ടത് ഈ പറയുന്ന അച്ഛനും അമ്മയുമാണ്. എത്ര അച്ഛനും അമ്മയും ഇത് കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ നാം ആ കുഞ്ഞ് കിടന്നുറങ്ങട്ടെ, ആ കുഞ്ഞിന് നല്ല സുഖം കിട്ടുമല്ലോ, വിളിച്ചുണർത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ആണ്. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, 10 മണിക്കൂർ ഉറങ്ങുന്ന ഒരാളിനെ 6 മണിക്കൂർ ഉറങ്ങി കഴിയുമ്പോൾ വിളിച്ചുണർത്തിയാൽ അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കൃത്യമായി 6 മണിക്കൂർ ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് ഈ 6 മണിക്കൂർ കഴിയുമ്പോൾ ഉണരുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അദ്ദേഹത്തിന് അത് സാധാരണ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ 6 മണിക്കൂർ കഴിയുമ്പോൾ ഉണരുക എന്ന് പറഞ്ഞത്. ആ ഒരു ശീലം കുഞ്ഞിന് ജനിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്.